രുചിയിലൂടെ ഹൃദയം കീഴടക്കുന്ന ഈ ഫ്ലേവേഴ്സ് ആൻഡ് കളേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് ഒക്കെ വരികയല്ലേ, നിങ്ങൾ ശരിക്കും ലക്കിയാന്ന് ഞാൻ പറയുന്നത്. കാരണം ആലുവപ്പുഴയിൽ നിന്ന് പിടിച്ച നല്ല ഫ്രഷ് കരിമീൻ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഫിഷ് മോളി ആയാലോ? ഞങ്ങൾക്കിവിടെ ഒരു വർഗീസേട്ടനുണ്ട്. വർഗീസേട്ടൻ ആണ് ഈ മീൻ പിടിച്ചിട്ട് എനിക്ക് തരുന്നത്. അപ്പം ശരിക്കും വർഗീസേട്ടൻ ശരിക്കും ഒരു നല്ല താങ്ക് യു പറയണം. കാരണം എനിക്ക് നല്ല ഫ്രഷ് മീനെ പിടിച്ചു തന്നതിന്. അപ്പം നമുക്ക് നോക്കാം ഫിഷ് മോളിയിലേക്ക് വേണ്ടുന്ന ചേരുവകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഫിഷ് മോളിയിലേക്ക് വേണ്ടുന്ന ചേരുവകൾ, ഇത് കരിമീൻ ഒരു 5 കഷ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ സവോള ഒരു 4 എണ്ണം ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത്, തക്കാളി 2 എണ്ണം, അത് ഒരെണ്ണം നീളത്തിലരിഞ്ഞതും വട്ടത്തിലരിഞ്ഞതും, അതുപോലെ ലേശം തൈര്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് ഒരു 6 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, തേങ്ങയുടെ 2ാം പാൽ, ഇതിലാണ് നമ്മളത് കുക്ക് ചെയ്യുന്നത്, അതുപോലെ 1ാം പാൽ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല പൗഡർ, ആവശ്യത്തിനുള്ള എണ്ണ. ഇതാണ് ഇതിൻ്റെ ചേരുവകൾ. നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം. നമുക്ക് ആദ്യം ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, മീൻ വറുക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ ഒരു തൈരൊരു 3 ടീസ്പൂൺ, കറിവേപ്പില ഒരു തണ്ട് ചെറുതായിട്ടൊന്ന് കീറിയിടുന്നു. നമുക്ക് ഇത് മീനിലേക്കൊന്ന് പുരട്ടി വെക്കാം. അപ്പം നമ്മുടെ മീൻ മാരിനേറ്റ് ചെയ്തൊരു 5 മിനിറ്റത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മീനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് മോളി ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും വലിയ മീൻ നമുക്ക് യൂസ് ചെയ്യാം. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഒന്ന് കരിമീനും പിന്നെ ആവോലി, നെയ്മീൻ, ഇത് 3 എണ്ണമാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ട്. അപ്പോൾ ഏത് വലിയ മീനാണെങ്കിലും നമുക്ക് ഇതുപോലെ ഫിഷ് മോളി തയ്യാറാക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് പാലപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെ ഫിഷ് മോളി രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കും. അപ്പം നമ്മുടെ മീനിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി മൊരിയണ്ട, ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ഈ ഒരു പരുവത്തിലും എടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ കരിമീൻ ഷാലോ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റാം. ബാക്കി 2 പീസും കൂടി നമുക്ക് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ കരിമീൻ ഷാലോ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ മാറ്റി വെച്ചിട്ട് അരപ്പിനുള്ളത് തയ്യാറാക്കാം. നമ്മൾ നേരത്തെ മീൻ വറുത്ത് വെച്ചിട്ടുള്ള എണ്ണയുണ്ട്, അതും ഇതിലേക്ക് തന്നെ എടുക്കാം. വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കണം. അപ്പോൾ ചൂടാക്കുന്ന പാനിലേക്ക് ആ എണ്ണ നമുക്ക് ഒഴിക്കാം. ഇതിലേക്ക് ബാക്കി ആവശ്യമുള്ള എണ്ണയും കൂടി ആഡ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ചൂടായ പാനിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള സവോള, അത് 4 സവോള ഞാൻ മീഡിയം സവോള നല്ല നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നോടം വരെ വഴറ്റണം. നമ്മൾ ആ മീൻ വറുത്ത എണ്ണയും കൂടി ഇതിലേക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ലൈറ്റ് യെല്ലോയിഷ് കളർ വന്നേക്കുന്നത്. വെറുതെ നമ്മളത് വേസ്റ്റ് ആക്കണ്ടല്ലോ, ഇപ്പം തന്നെ യൂസ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ പറയാറുള്ള പോലെ ഒരു ലേശം ഉപ്പ്, വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. സവോള നന്നായിട്ട് ചേർത്താൽ കുറച്ചും ടേസ്റ്റി ആയിരിക്കും. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നോടം വരെ ഇതിനെ വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് വഴന്നു വന്നതിലേക്ക് നമുക്ക് ഇത് 2 ഇഞ്ച് കനത്തിനുള്ള ഇഞ്ചി ഞാൻ ചതച്ച് വെച്ചേക്കുന്നതാണ്. അതുപോലെ ഒരു 6 പച്ചമുളക്, നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ സവോളയായിട്ടങ്ങ് ചേർന്ന് നല്ലതായിട്ട് സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി, അധികം മസാലസൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ഒരു ലേശം മഞ്ഞൾ പൊടി, ഒരു 1/4 ടീസ്പൂൺ. അതുപോലെ കുരുമുളക് പൊടി, നമ്മൾ വേറെ എരിവിന് പച്ചമുളക് മാത്രമേ ഉള്ളൂ. നമ്മൾ വൈറ്റ് പെപ്പർ പൗഡറാണ് യൂസ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ കളറ് ഭയങ്കരമായിട്ട് വേരി ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അത്, അതുപോലെ നമ്മളുടെ ഗരം മസാല പൗഡർ, ഇത് ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായിരിക്കും ഫിഷ് മോളിക്ക് പൊതുവേ, അതുകൊണ്ട് അധികം മഞ്ഞൾ ചേർക്കണമെന്നില്ല. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് തന്നെ നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുണ്ട്. ഞാൻ 2 രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം നീളത്തിലും വട്ടത്തിലും. നമുക്ക് ആദ്യം നീളത്തിലുള്ള തക്കാളി ഒരെണ്ണം ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് ചെറുതായിട്ട് സോട്ട് ചെയ്തെടുക്കുക. തക്കാളിയൊന്നും അങ്ങനെ ഉടഞ്ഞു പോകണമെന്നില്ല. എനിക്ക് തോന്നുന്നു ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ആവാൻ തോന്നുന്നു. നമ്മൾ ഏകദേശം 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ 2ാം പാലിലാണ് നമ്മൾ ഈ കരിമീൻ വേവിച്ചെടുക്കുന്നത്. പാലും കൂടി ഒഴിക്കുമ്പോൾ കുറേ കൂടി ലൈറ്റാവും. മീനിന് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. പിന്നെ സവോള വഴറ്റാൻ വേണ്ടിയിട്ടുള്ളത് ലേശമേ നമ്മൾ ചേർത്തുള്ളൂ. അപ്പം ഒരു ലേശം ഉപ്പും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. കറിക്ക് ആവശ്യമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഏകദേശം മൂത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഏറ്റവും സിമ്മിലേക്ക് ആക്കാം. ആക്കുന്നതിനൊപ്പം നമുക്ക് 2ാം പാല് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇത് ഞാൻ 2 കപ്പ് പാലെടുത്തിട്ടുണ്ട്, 2ാം പാല്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഏറ്റവും സിമ്മിലിട്ട് വേണം. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം.
അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ തളിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മീൻ നേരത്തെ വറുത്ത് വെച്ചില്ലേ, അത് ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. മീൻ നമുക്കിതിലേക്ക് ചേർത്ത്, പിന്നെ നമ്മൾ അധികം ഉടയാൻ പാടില്ല ഇത് മീൻ, കാരണം കരിമീൻ അധികം കട്ടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും സിമ്മിലേക്കിട്ട് ഒരു 10 മിനിറ്റ്സ് ഈ തേങ്ങാപ്പാലിൽ ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. മീനെല്ലാം ചേർത്തിട്ട് ഒന്ന് തിളയ്ക്കണം. അത് നമുക്കിതൊന്ന് ചെറുതായിട്ട് ചുറ്റിച്ച് കൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം. എന്നിട്ട് നമുക്കൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കുറച്ചിടാം. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒരു 10 മിനിറ്റ്സ് വേണമെന്നല്ല, 7 മിനിറ്റ്സ് ആകുമ്പോൾ നമുക്ക് നോക്കാം. ഏറ്റവും സിമ്മിലിടണം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം എന്തായെന്നുള്ളത്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. കരിമീൻ്റെ നല്ല ഫിഷ് മോളിയുടെ നല്ല മണം വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി വട്ടത്തിൽ അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് നിരത്താം. ശരിക്കും ക്രിസ്മസിന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യേ. നമ്മുടെ ബാക്കി കരിവേപ്പിലയും കൂടി നമുക്ക് അതിലേക്ക് ചേർക്കാം. ഒരു 2 മിനിറ്റും കൂടി നമുക്ക് വെക്കാം, തക്കാളി ഒന്ന് ആവി കയറാനായിട്ട്. അപ്പം നമ്മുടെ ഫിഷ് മോളിയിലെ തക്കാളിയൊക്കെ അതിലേക്ക് ചെറുതായിട്ട് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് ഇതെന്ന് വെച്ചാൽ നമ്മൾ തനിപ്പാലെടുത്തത്, അതായത് 1-ാം പാല്, ഒരു 1/2 കപ്പുണ്ട്. അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചെറുതായിട്ട് തളിച്ചു എന്ന് കാണുമ്പോൾ നമുക്കതൊന്ന് ഓഫ് ചെയ്ത്. അപ്പം നമ്മുടെ കരിമീൻ മോളി, അതായത് ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട്. ക്രിസ്മസ് നമുക്കൊന്ന് അടിച്ചു വിളിക്കാം അല്ലേ? അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൊറോണ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കറങ്ങലൊന്നും അധികം നടക്കില്ല. അപ്പോൾ വീട്ടിൽ തന്നെ നല്ലൊരു ഫിഷ് മോളി ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യുക, നമുക്കൊരു കാര്യം ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലൈക്ക് ചെയ്യില്ലേ? അതുപോലെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മൾ ഷെയർ ചെയ്യില്ലേ? അതുപോലെ ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ റെസിപ്പീസ് ഒക്കെ നിങ്ങളെല്ലാവരും കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഏത് റെസിപ്പി പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്കത് കിട്ടും. അപ്പം ഇതെല്ലാം നിങ്ങൾ ചെയ്യുക. ക്രിസ്മസിന് നല്ലൊരു ഫിഷ് മോളി കൂട്ടി നമുക്ക് പിടിക്കാം. ശരി, പിന്നെ കാണാം. പുതിയൊരു എപ്പിസോഡുമായിട്ട് വരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.